കേരള ഗ്രാമസ്വരാജ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പി.എൻ. പ്രസന്നകുമാറിന്റെ ഒന്നാം ചരമവാർഷികാനുസ്മരണം എഴുത്തുകാരൻ എൻ.വി. ബെന്നി ഉദ്ഘാടനം ചെയ്തു. കേരള ഗ്രാമസ്വരാജ് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പ്രഥമ പി.എൻ. പ്രസന്നകുമാർ പുരസ്കാരം ജീവകാരുണ്യ പ്രവർത്തകൻ സലീം ഷുക്കൂറിന് കൊച്ചി നഗരസഭ ഡെപ്യൂട്ടി മേയർ ദീപക് ജോയ് സമ്മാനിച്ചു. കേരള ഗ്രാമസ്വരാജ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ കേരള പത്രപ്രവർത്തക യൂണിയൻ മുൻ സംസ്ഥാന പ്രസിഡന്റും വീക്ഷണം ചീഫ് ഡെപ്യൂട്ടി എഡിറ്ററുമായിരുന്ന പി.എൻ. പ്രസന്നകുമാറിന്റെ ഒന്നാം ചരമവാർഷിക അനുസ്മരണം സംഘടിപ്പിച്ചു. കൊച്ചി പ്രസ് ക്ലബ് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങ് എഴുത്തുകാരൻ എം.വി. ബെന്നി ഉദ്ഘാടനം ചെയ്തു. പി.എൻ. പ്രസന്നകുമാറുമായി ഒരു ബന്ധം പല രംഗങ്ങളിലും പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. പത്രപ്രവർത്തക എന്ന നിലയ്ക്ക് അദ്ദേഹം അഖിലേന്ത്യാ തലത്തിൽ തന്നെ അറിയപ്പെടുന്ന പത്രപ്രവർത്തക സംഘടനയിൽ പ്രവർത്തിക്കുന്നതാണ്. കൊച്ചിൻ കോർപ്പറേഷനിൽ കൗൺസിലറുമായി. ഗ്രാമസ്വരാജ് ഫൗണ്ടേഷൻ ജില്ലാ കൺവീനർ അഭിലാഷ് തോപ്പിൽ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. വാർത്തകൾ എഴുതാനായിട്ട് എനിക്കൊരു തുടക്കം കിട്ടുന്നില്ല. എങ്ങനെ എഴുതണം? ശരിക്കും നമ്മൾ സംസാരിക്കുമ്പോൾ പറയുന്നതല്ല നമ്മൾ പത്രത്തിൽ എഴുതണം. നമ്മളൊരു വാർത്ത വാഹനം ഇടിച്ചു എന്ന് പറഞ്ഞതൊരു സ്റ്റോറിയാക്കി എഴുതണമെങ്കിൽ ചെറിയ കഷ്ടപ്പാടൊന്നുമില്ല എന്ന് എനിക്ക് അന്ന് മനസ്സിലായി. പിന്നെ ദീർഘനാള് മാസങ്ങളോളം എടുത്ത് എൻ്റെ സുഹൃത്തുക്കളായ പത്രപ്രവർത്തകർ ഇവിടുത്തെ കൊച്ചിയിൽ എല്ലാവരും ഉണ്ട്. അവരൊക്കെ എല്ലാവരും സഹായിച്ചാണ് പിന്നെ ഒരു വാർത്ത ഇപ്പോൾ നമുക്ക് കുഴപ്പമില്ലാണ്ട് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഏത് രീതിയിലും എഴുതുവാൻ പറ്റുന്ന രീതിയിലേക്ക് ഇന്ന് എനിക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൊരു ആത്മസംതൃപ്തി എനിക്കുണ്ട്. കേരള ഗ്രാമസ്വരാജ് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പ്രഥമ പി.എൻ. പ്രസന്നകുമാർ പുരസ്കാരം ജീവകാരുണ്യ പ്രവർത്തകൻ സലീം ഷുക്കൂറിന് കൊച്ചി നഗരസഭ ഡെപ്യൂട്ടി മേയർ ദീപക് ജോയ് സമ്മാനിച്ചു. എന്റെ സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഇരിക്കുന്ന എല്ലാവരും തന്നെ പങ്കാളികളാണ്. ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോഴും എല്ലാവരുടെയും ഒരു സഹകരണം വന്നുകൊണ്ട് മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഞാനെന്നൊരു വ്യക്തി നിങ്ങളെല്ലാവരും കൂടി എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കഴിഞ്ഞ 10-35 കൊല്ലമായിട്ട് കൊച്ചിയിൽ ചെറിയ ചെറിയ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിന് സ്പേസ് തന്നിട്ടുള്ളത് നിങ്ങളൊക്കെ തന്നെയാണ്. കൊച്ചി പ്രസ് ക്ലബ് പ്രസിഡന്റ് കെ.ബി. സലാം, അഡ്വക്കേറ്റ് തോമസ് മൈക്കിൾ, എം.എൻ. ഗിരി, തമ്പി സുബ്രഹ്മണ്യൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ആ കാലഘട്ടത്തിൽ അതിലേക്ക് ഉയരുന്ന ചിന്താഗതിയോടുകൂടി ഞങ്ങളെയായിട്ട് സമീപിച്ചിരുന്നത് പ്രസന്നനായിരുന്നു. ഞങ്ങളും ഈ വലതുപക്ഷ രാഷ്ട്രീയമെന്ന് ഞങ്ങൾ ആക്ഷേപിച്ചിരുന്ന ഇടതുപക്ഷ രാഷ്ട്രീയമെന്ന് അവർ നീങ്ങിക്കൊണ്ടിരുന്ന KSUക്കാരുമായി തർക്കമുണ്ടാകുമ്പോൾ പലപ്പോഴും മധ്യസ്ഥന്റെ റോളിലുണ്ടായിരുന്നത് പ്രസന്നനാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. അതല്ലേ 7th ഗോൾഡൻ ഡയമണ്ട്സ് ഇപ്പൊ പള്ളുരുത്തിയിലും വരാണ്. ഇനോഗ്രേഷന്റെ ഭാഗമായിട്ട് വരുന്നവരിൽ നിന്ന് ഒരാൾക്ക് 1,00,000 രൂപ സമ്മാനമായിട്ട് നൽകും. പിന്നെ ജാനുവരി 11 മുതൽ ഫെബ്രുവരി 11 വരെ പർച്ചേസ് ചെയ്യുന്നതിൽ നിന്ന് 11 ഭാഗ്യശാലികൾക്ക് ഫ്രീ ഗോൾഡ് കോയിൻ. ജാനുവരി 11 ഞായറാഴ്ച 11 മണിക്കാണ്. ഫ്രം See you all there.